ട്രിപ്പിൾ ഓം ശാന്തി. ആരോഗ്യകലയിലത്തെ കാര്യം പറഞ്ഞതിൻ്റെ ഇടയിൽ ഞാൻ നേരെ ഈ ഒരു തേനീച്ചയുടെ കഥ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. നമുക്ക് യോഗം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആരോഗ്യകലയാണ്. വെറുതെ യോഗം ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഭക്ഷണശുദ്ധി. ബ്രഹ്മകുമാരീസിലായാലും ശരി, ബാക്കിയുള്ള ആൾക്കാരും ശരി, ഭക്ഷണശുദ്ധി. അതിൽ നമുക്ക് ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഉള്ളി, വെളുത്തുള്ളി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവോയ്ഡ് ചെയ്തോളാൻ പറയുന്നുണ്ട്. പിന്നെ മത്സ്യം, മാംസം, മദ്യം, മയക്കുമരുന്ന് എന്നീ സാധനങ്ങളും കൂടെ ഉണ്ട് അവോയ്ഡ് ചെയ്തോളാൻ പറയുന്നത്. ഇതൊക്കെ അവോയ്ഡ് ചെയ്തോളാൻ ആരാ പറഞ്ഞിട്ടുള്ളതെന്നറിയാം? പരമാത്മാവ് നേരിട്ട് പറഞ്ഞൊന്നുമല്ല. ഓരോരുത്തർക്ക് എങ്ങനെ കൊടുത്ത് അതിലൂടെ കൈമാറി പോന്നു. ചിലവരിതൊന്നും അവോയ്ഡ് ചെയ്യില്ല. അവരും ജീവിക്കും, അവരും നന്നായിട്ട് ജീവിക്കും. ചിലപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് ജീവിക്കുന്നതിനേക്കാളും നന്നായിട്ട് ജീവിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യം വരും, സന്ദർഭങ്ങളൊക്കെ വരും. ആ സമയത്ത് ചിലപ്പോൾ ഇടി കിട്ടും. ഇതെന്തിനാ അറിയാം അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞത്? നമ്മുടെ ദേഹബോധം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് പാർട്ടുണ്ടാക്കി തരാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ശരിക്കും ഡ്രാമ അനുസരണം നമുക്ക് ഇന്നത്തെ പാർട്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അന്ത്യം വരെ ഇതൊക്കെ തമർത്തി കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല. മദ്യം കഴിക്കാം, മയക്കുമരുന്ന് കഴിക്കാം, ഉള്ളി കഴിക്കാം, ചിക്കൻ കഴിക്കാം, എന്തെന്ത് ഇറച്ചികളുണ്ടോ അതൊക്കെ കഴിക്കാം, ബാക്കിയല്ല. പക്ഷെ ഈ ആ ആളുടെ പാർട്ട് എന്താ വരികയെന്ന് വെച്ചാല് പൂജ കിട്ടുമല്ലോ, അവസാനത്തിലേക്കാണ്ട് പോകും. അതവിടെ നിൽക്കട്ടെ. അത് ആ ഡ്രാമാനുസരണങ്ങളാണ്. പിന്നെ ഇതിൽ ഈ ആരോഗ്യകലയിൽ പ്രത്യേകം പറഞ്ഞെന്താന്ന് വെച്ചാല് സാത്വിക ഭക്ഷണത്തിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ് ആ ബുക്കിലും പറയുന്നത്. അതിലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബ്രഹ്മചര്യം പറയുന്നുണ്ട്, ശുദ്ധമായ ചിന്തകളുടെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ തന്നെ ആരോഗ്യം. പിന്നെ സന്തോഷമായിട്ടിരിക്കുക. സന്തോഷത്തേക്കാൾ വലിയ ടോണിക്ക് വേറൊന്നുമില്ല. സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുക. നമ്മളിപ്പോ തേനീച്ച മൊത്തത്തിലായിട്ട് കുത്തിക്കഴിഞ്ഞ് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുക. എന്നൊരു രാത്രി ഒരു ഉച്ച നേരത്ത് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞാണ്ട് തടുത്തു. എൻ്റെ അവസ്ഥയായിട്ട് ഓങ്ങാണ്ട് തടുത്തു. അപ്പൊ എന്നെ സംബന്ധിച്ച് അപ്പോ എന്താ സംഭവിച്ചെന്നൊന്നും എനിക്കറിയില്ല. എവിടെ നമ്മൾ പോയി വന്നതാണ്. ഞാനും നമ്മുടെ ഒരു സുഹൃത്തും കൂടെ ഒരു വർക്കിനൊക്കെ പോയി വന്നു പോകാം. അപ്പൊ എനിക്ക് എന്തായാലും മനസ്സിലായി ഏതെങ്കിലും പുഴു കയറി കടിച്ചിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ വല്ല അങ്ങനെ അലർജറ്റിക് ആയിട്ടുള്ള ആകെ തടിച്ചു, കമ്മയത്ത്, കയ്യില്. അപ്പൊ എന്തോ സംഭവം ഒന്നും അറിയില്ല. ഞാൻ ഭസ്മം തേച്ചിട്ടാണ് കിടന്നത്. വൈകുന്നേരം വരെ ഈ തടുത്ത് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കുറെ കഴിഞ്ഞപ്പം മാറി. അപ്പൊ അലർജറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ വരും. അതിനെന്തെങ്കിലും ഒരു കാരണം. ഇപ്പൊ എല്ലാരും ആ പുഴു കടിച്ചാൽ അലർജി വന്നോളന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ അന്നേരം സാത്വികമായ ഭക്ഷണശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊരു സമയം തന്നെയാണ്. അപ്പോൾ എന്നും കരുതിയിട്ട് ഞാനത് വിട്ടു. സാത്വികമായ ഭക്ഷണശീലം പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. അത്രേ ഉള്ളൂ. ഇത് നമുക്ക് ഇപ്പൊ സാത്വിക ഭക്ഷണ ശീലം ആരംഭിച്ചവർക്ക് അസുഖങ്ങൾ വരില്ല, മരണം വരില്ല എന്നൊന്നുമില്ല. അത് ഡ്രാമയിൽ നല്ലൊരു സീൻ ഉണ്ടെങ്കിൽ അത് പ്രതിരോധിക്കുന്നു മാത്രം, നമുക്കൊരു ആവരണം സൃഷ്ടിക്കുന്നു മാത്രം. ഈ ശരീരത്തിന്റെ കാര്യമല്ല പറഞ്ഞു. ഈ ശരീരത്തിൽ നമുക്ക് അനുഭവിക്കാനുള്ളത് ഒരു ഭാഗം അനുഭവിക്കാം. ഇപ്പൊ കർമാതീത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യകലയൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കർമാതീതമായിട്ട് അനുഭവിക്കാൻ പറ്റും. ഇപ്പൊ കയ്യും കാലും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് കർമാതീത അവസ്ഥ അനുഭവിക്കാൻ പറ്റൂല എന്നല്ല, കയ്യും കാലും ഉള്ള നല്ല പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾ കർമാതീത അവസ്ഥ അനുഭവിക്കുന്ന പോലെ ആവണമെന്നില്ല. സംസാരിക്കാൻ പറ്റാത്ത ഒരാള്, കണ്ണ് കാണാൻ പറ്റാത്ത ഒരാള്, ചെവി കേൾക്കാൻ പറ്റാത്ത ഒരാള്, അവര് കർമാതീത അവസ്ഥ അനുഭവിക്കില്ല എന്നല്ല. പക്ഷെ ഇതൊക്കെ അനുഭവിക്കുന്ന ഒരാൾ, അതായത് കണ്ണും കേൾക്കാം, കാത് കേൾക്കാം, കണ്ണ് കാണാം, സംസാരിക്കാൻ കഴിഞ്ഞ് നമ്മുടെ അതായത് 5 ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാ സംവേദന അറിയുന്ന ആ ഒരു അവസ്ഥയുടെ എക്സ്ട്രാ കർമാതീത അവസ്ഥ അതും കൂടെ ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ ലെവലായി. ഇതൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്കത് അനുഭവിക്കാൻ കുറച്ച് റിസ്ക് തന്നെയാണ്. കാരണം നമുക്ക് ആ ഒരു രോഗാവസ്ഥയിലുള്ള ഒരു തോട്ട് എന്തായാലും ഉണ്ടാവുമല്ലോ. ഒരു കൈ തളർന്നു കിടക്കുന്ന ആള്, അല്ലെങ്കിൽ കാല് തളർന്നു കിടക്കുന്ന ആള്, ബോഡി തളർന്നു കിടക്കുന്ന ആള് വേറെ അവസ്ഥയിലായിരിക്കാം. ആണെന്നൊക്കെ പറഞ്ഞാൽ ശരി, ആ ശരീരത്തിന്റെ ആ ഒരു ബന്ധനം അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ കൂടെ കർമാതീത അവസ്ഥ അനുഭവിക്കുന്നതിനാല് ആളുടെ പാർട്ട് ചിലപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ ഒന്നുകൂടെ ഇല്ല, വേറെ ആൾക്കെങ്കിലും അങ്ങനെ ഒന്നുകൂടെ ഇല്ല, വരാതിരിക്കാം, എന്താവട്ടെ.
പക്ഷെ ആരോഗ്യകലയിൽ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങൾ വെച്ചാൽ ഇന്ന് നിലവിൽ ആർക്ക് ഏത് വിധത്തിലുള്ള ശരീരമുണ്ടോ ആ ശരീരത്തെ ഒന്ന് ശ്രദ്ധിച്ച് ആ ശരീരത്തിന്റെ ഒരു അവസ്ഥ ശ്രദ്ധിച്ച് അസുഖങ്ങൾ ഉണ്ടാവാം, ഒരുപക്ഷെ അസുഖങ്ങൾ ഉണ്ടാവാം, മരുന്ന് കുടിക്കുന്നവരുണ്ടാവാം, അതിനെ ഒന്ന് നിയന്ത്രിച്ച് അതിന് വേണ്ട വ്യായാമങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് മരുന്ന് കഴിക്കുകയാണെങ്കിൽ മരുന്ന് കഴിച്ചെന്നായിക്കോട്ടെ, മരുന്ന് കഴിക്കണ്ടെന്ന് ആരും പറയണില്ല, മരുന്ന് കഴിച്ചോട്ടെ. പക്ഷെ അടുത്ത സ്റ്റെപ്പിൽ വേറൊരു അസുഖത്തിലേക്ക് വരാത്ത വിധത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. യോഗം ചെയ്യുന്നവരാണെങ്കിൽ യോഗം ചെയ്യുക. അപ്പൊ കൂടുതലും ഇത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആളുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഗികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. യോഗികളല്ലാത്തവരോട് ചെയ്യരുതെന്ന് പറയുന്നില്ല എന്ന് കരുതി യോഗികളല്ലാത്ത ഒരുപാട് പേര്, കോടിക്കണക്കിന് പേര്, അവർക്കൊരു ഉപകാരം ഉണ്ടാവരുത് എന്നൊരു ഉദ്ദേശത്തോടു കൂടി പറയുന്നതുമല്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബ്രഹ്മകുമാരീസ് വഴി യോഗം ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ളതായിട്ടുമല്ല, അല്ലാത്തവരുണ്ട് 700-800 കോടി, ഇവരൊക്കെ കൊണ്ടേ പോവുള്ളൂ. പരമാത്മാവ് ഇവരൊക്കെ കൊണ്ടേ പോവുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പൊ ഞാനും. പരമാത്മാവിനാണെങ്കിൽ ശരീരം ഇല്ല, അപ്പൊ നമുക്കാണ് ശരീരം ഉണ്ട്. നമ്മുടെ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്ത് തന്നെ ആവണം. സംസാരിക്കാനുള്ളത് സംസാരിച്ചാവണം, ചെയ്യാനുള്ളത് ചെയ്താവണം, കൊള്ളാനുള്ളത് കൊണ്ടാവണം. അങ്ങനെ തന്നെ നമുക്ക് ഈ ഡ്രാമയുടെ ഈ ചെയ്യുന്നത് കൽപ്പകൽപ്പം നടന്നതാണ്. ഇപ്പൊ എനിക്ക് എന്തെല്ലാം ഉണ്ട്, ഒരു കേസുണ്ട്, ക്രിമിനലാണ്, പിന്നെ അസുഖങ്ങളുണ്ട്, പിന്നെ ആളുകളുമായിട്ടുള്ള ഓരോരോ കർമ്മത്തിന്റെ കണക്കുകൾ വേറെ തന്നെ അനവധി പല പല കർമ്മങ്ങളുണ്ട്. ഇപ്പൊ ഒരു സംഘടനയുമായിട്ടുണ്ട്, ഇനിയിപ്പോ രാഷ്ട്രീയത്തിന്റെ രീതിയിലേക്ക് മറ്റേ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ രീതിയിലുണ്ടാവും. ഇനി പണത്തിന്റെ പേരില് അത് വേറെ ഉണ്ട്, പൈസ കിട്ടാനുള്ളതുണ്ട്, കൊടുത്തത് കിട്ടാനുള്ളതുണ്ട്. അങ്ങനെ അനവധി കാര്യങ്ങളിൽ ഇപ്പൊ എനിക്കുണ്ട്. ഇതൊക്കെ പല ആളുകൾക്കുണ്ട്. പക്ഷെ നമുക്കതൊക്കെ ഒരു അനുഭവമാണ്. ഈ അനുഭവത്തിന്റെ പേരിൽ ഇപ്പൊ എനിക്കിപ്പോ ഞാൻ അത്യാവശ്യം 1 ലക്ഷക്കണക്കിന് ഉറുപ്പിക ഞാനൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ടീം ഒരാളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു. അത് കിട്ടിയിട്ടില്ല. തരും 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 എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തി അത് അങ്ങനെ കിടക്കും. അപ്പൊ അതൊരു ഭാഗം. നമ്മളൊരു ബിസിനസ്സൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു ചെറിയ വരുമാനമൊക്കെ കിട്ടുമല്ലോ എന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടതാണ്. പക്ഷെ അത് എന്തായി? ഗോവിന്ദ. നമ്മൾ അതിൻ്റെ രീതിയിലേക്ക് നിയമപരമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എന്തോ കിട്ടും? ഒന്നും കിട്ടില്ല, പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. കുറെ കാലം ആളുടെ പിന്നാലെ പിറകെ നടക്കുന്നതും വെച്ചാവുന്നത്. എന്നാലും ആള് മറ്റൊരു വിധത്തിൽ ഇനി വേറെ ആളുകൾ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ, ആളുടെ ചിത്രം, നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിമുകുന്ദന്റെ അംബാസഡർ ആയിക്കൊണ്ടുള്ള ആ ഒരു ബിസിനസ് സംരംഭത്തിന്റെ കുറെ കഥകളുമായിട്ട് ഞാൻ വരാം. അപ്പോ അതും കാണേണ്ടവർക്ക് കാണാം. അതിൻ്റെയൊക്കെ പുറകിലുള്ള കർമ്മക്കണക്ക് അത് നമ്മുടേതാണ്. ആ വ്യക്തിയുമായിട്ടുള്ള എന്തൊക്കെയോ കർമ്മക്കണക്ക് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അങ്ങനെ വന്നിട്ടുള്ളത്. അതിപ്പോൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടും കാര്യമില്ല, ഒന്നും ചിന്തിക്കാതിരുന്നിട്ടും കാര്യമില്ല. കാരണം നമ്മൾ അനുഭവിച്ച ആ ഒരു പാർട്ടാണ്. അപ്പൊ ആ പാർട്ട് പ്രകാരം നമുക്ക്, കാരണം കഴിഞ്ഞ ജന്മത്തില്, അതിന്റെ മുന്നത്തെ ജന്മത്തിൽ എന്തൊക്കെയാണ് ഓരോരുത്തരിട്ട് കൊടുത്തതും കിട്ടിയതും കിട്ടാനുള്ളതും ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങൾ. അപ്പൊ അതിന്റെ നൂലാമാലകൾ നിരവധിയാണ്. അപ്പൊ അത് ഓരോന്നോരോന്ന് തീർത്ത് പോകണം. ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും ജന്മത്തിൽ ആളുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് കൊടുക്കാനുള്ളതാണെങ്കിൽ അത് അങ്ങനെ കൊടുക്കേണ്ടതായിരിക്കാം. അല്ലെങ്കിൽ ഞാള് എനിക്ക് തരാനുള്ളതാണെങ്കിൽ അത് തരാനുള്ളതും അതിന്റെ പലിശ സഹിതം എനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് തിരിച്ചു വാങ്ങിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടെങ്കിൽ ഒരു ശ്രമം നടത്താം. ശ്രമം എന്തായാലും നടത്തുന്നുണ്ട്. ഞാൻ അതിൻ്റെതായ നൂലാമാലകളുടെ പിന്നാലെ ഒരു ശ്രമം ഞാനും നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കേസ്, മറ്റേ ഡിവോഴ്സ് കേസ്, അതും ഈ പറഞ്ഞ പോലെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഏതൊക്കെയോ കണക്കുകളുടെ ഫലം. പിന്നെ ആരോഗ്യകല, ഇപ്പോൾ ആരോഗ്യത്തിൽ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ശതമാനം പൂർവ്വജന്മ സുഹൃത്ത് എന്ന് പറയും. നല്ല ആരോഗ്യം തന്നെ ഒരു പൂർവ്വജന്മത്തിലെ സുഹൃത്താണ്. അപ്പൊ എനിക്ക് വർഷങ്ങളായിട്ട് നമ്മുടെ ഈ വീട്ടിൽ ജനിച്ചതിന് ശേഷമുള്ള ഭക്ഷണശീലം, അതിപ്പോ ഞാൻ പ്രകൃതി ചികിത്സയിലൂടെ അങ്ങോട്ട് എത്തുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ക്യാൻസർ വന്ന സമയത്താണ് ഞാനും പ്രകൃതി ചികിത്സയിലേക്ക് കുറച്ച് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. ആ സമയത്താണ് അതിൽ നമ്മൾ ശീലിച്ചു പോരുന്ന ചില ഭക്ഷണങ്ങൾ നമുക്ക്
വളരെ ഡേഞ്ചർ ആണെന്ന് മനസ്സിലായി. ആ സാധനങ്ങൾ മാത്രം ഞാൻ ആദ്യം ഒഴിവാക്കി നോക്കി, പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്ത് നോക്കി, പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്ത് നോക്കി. അങ്ങനെ സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. അല്ല ഒറ്റയടിക്ക് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനെ ക്ലിയർ ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. കാരണം അത് അത്രയും അവരിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞു തരുന്നവരിലുള്ള വിശ്വാസം നമ്മുടെ അസുഖത്തിന്റെ കാഠിന്യം അതിനൊക്കെ ബേസ് ചെയ്തത്. എനിക്ക് ചെറിയ അസുഖങ്ങളായിരുന്നു, അതിലെല്ലാം നല്ലൊരു ശതമാനം ക്യൂർ ആയിട്ടുണ്ട്. ഇനിയും ഒരുപാട് അസുഖങ്ങളുണ്ട്, അപ്പൊ അതൊക്കെ ക്യൂർ ആയിക്കോളും. അപ്പൊ അതിനനുസരിച്ചല്ല എനിക്കും എന്താ പറയാ, ഈ ആരോഗ്യകല, ഹാസ്യകല, അങ്ങനെയുള്ള പെരുമാറാനുള്ള കല, മിത്രമാക്കാനുള്ള കല, പല പല കലകളും എനിക്കും വർദ്ധിപ്പിക്കണ്ടേ. അപ്പൊ ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യകലയുടെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. തൽക്കാലം ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ട്രിപ്പിൾ ഓം ശാന്തി.